നടനും സംവിധായകനുമായ കുനാൽ കപൂറിൻ്റെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വലിയ തരത്തിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. നടി പൂജാ ഭട്ടിന് നൽകിയ ഒരു പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. സസ്യാഹാരികളെല്ലാം വർഗീയവാദികളാണ്, ഭക്ഷ്യവാദികളാണ് എന്നുള്ള തരത്തിലുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വരുന്നത്. അത് എന്താണ് പറയാൻ കാരണം എന്ന് നോക്കുകയാണെങ്കിൽ, തൻ്റെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് താൻ മാംസാഹാരവും സസ്യാഹാരവും നൽകാറുണ്ട്. പക്ഷേ താനൊരു മാംസാഹാരിയാണ്. അപ്പോൾ താൻ മറ്റൊരു വീട്ടിൽ പോയാൽ ഇങ്ങനെ ലഭിക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതികരണം എന്ന കാര്യത്തിൽ മനസ്സിലാവുന്നില്ല. ദാവൂദ് സാർ, ഇത് എന്താണ് സാർ, ഇത് കേട്ടോ, എന്താ തോന്നുന്നത്? പോഡ്കാസ്റ്റ് കിട്ടും, അത് വളരെ ലൈറ്റായിട്ടുള്ളൊരു സംഗതിയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോഡ്കാസ്റ്റിന് മൊത്തത്തിൽ ലൈറ്റായിട്ടുള്ളൊരു ഏർപ്പാടാണ്. പൂജാ ഭട്ടാണ് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ട് നോക്കാനും ഭയങ്കര രാഷ്ട്രീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ അതിൽ കുനാൽ കപൂർ വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് പറയുകയാണ് ഈ വെജിറ്റേറിയൻസ് പറഞ്ഞാൽ മഹാ റേസിസ്റ്റുകളാണെന്ന് പറയുന്നത്. അപ്പോൾ പൂജാ ഭട്ട് ഒന്ന് ഇതാവുന്നുണ്ട്. അപ്പം ഞാനും വെജിറ്റേറിയൻ ആണല്ലോ. അപ്പം റേസിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാമാന്യ ഭാഷയിൽ വിചാരിക്കുന്ന ശുദ്ധ വംശീയവാദി എന്ന അർത്ഥത്തിലല്ല അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോൺ വെജാണ്, പക്ഷേ എൻ്റെ വീട്ടിൽ അതിഥികളെ സൽക്കരിക്കുമ്പോൾ വെജ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഞാൻ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? വെജാണ് കൊടുക്കുന്നത്. പക്ഷേ ഞാനൊരു വെജിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് മരുന്ന് തരുന്നില്ല, എനിക്ക് അവിടെ നിന്ന് വെജ് കഴിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് എന്താണ്, ഇവർ റേസിസ്റ്റുകളാണ്, അത്രയേ ഉള്ളൂ. അതവിടെ തീരേണ്ടതായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നോക്കൂ, ഇന്ത്യയിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് സബ്ജക്റ്റുകളൊന്നും എന്താണ്? ബീഫ്. ഭക്ഷണശീലമാണ്, ബീഫാണ്, ഫുഡ് ഐറ്റംസാണ്, ആളുകളുടെ ഡയറ്ററി ബിഹേവിയേഴ്സാണ്. നോക്കൂ, തീർത്തും വ്യക്തിപരമായുള്ളൊരു കാര്യമാണ്. ഒരാളുടെ ഡയറ്റ് എന്താണ്, ഡയറ്ററി പാറ്റേൺ എന്താണ്, ഫുഡ് ഹാബിറ്റ്സ് എന്താണെന്നൊക്കെയുള്ളത് തീർത്തും വ്യക്തിപരമായുള്ള കാര്യമാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഇത്ര മാരകമായ സ്വഭാവത്തിലാണ് ഈ ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷങ്ങളും ബഹളങ്ങളും ചർച്ചകളും. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഇപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് കുഴിമന്തി എന്ന ബോർഡ് കാണുമ്പോൾ അസ്വസ്ഥനാകുമെന്ന് എഴുതിയത്. മനസ്സിലായില്ലേ? മന്തി എന്ന ബോർഡ് കാണുമ്പോൾ അസ്വസ്ഥനാകുമെന്ന് എഴുതിയത്. കുഴപ്പം പിടിച്ച ആളാണ്, വളരെ നല്ല മനുഷ്യനാണ്. പക്ഷേ ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ ചിക്കൻ്റെ മണം ഇങ്ങനെ നമ്മളെ നാസാരന്ധ്രങ്ങളെ തുളച്ചു കയറുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത് ഒരു RSSൻ്റെ ഐഡിയോളജി പ്രസംഗിച്ചിരുന്നു. അപ്പോൾ ഈ പല സ്വഭാവത്തിൽ ഭക്ഷണ വൈവിധ്യമാണല്ലോ മനുഷ്യ ജീവിതത്തിൽ വലിയ ആഹ്ലാദങ്ങളിലൊന്നാണ് ഭക്ഷണ വൈവിധ്യം എന്ന് പറയുന്നത്. ലോകത്തുള്ള മെട്രോപോളിസുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകം എന്താണ്? ലോകത്തിലെ എല്ലാ ഭക്ഷണങ്ങളും, എല്ലാ സ്വഭാവത്തിലുള്ള ഭക്ഷണങ്ങളും അവിടെ കിട്ടും എന്നുള്ളതാണ്. ആ ലോകം കൂടുതൽ ഓപ്പണായിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ വിശാലമായിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് പുതിയ ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഡയറ്ററി പ്രാക്ടീസസ് വരുന്നുണ്ട്, പുതിയ പലതരം പരീക്ഷണങ്ങൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ കാണുമ്പോൾ അസ്വസ്ഥരാകുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ആ അസ്വസ്ഥതകൾ പല സ്വഭാവത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു പരാമർശം ഇത്രയും വലിയൊരു ഓൺലൈൻ ബസ്സായിട്ട് മാറാൻ കാരണം. അപ്പോൾ അതിൽ റേസിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ രണ്ട് നിലക്കാണ് ഡിസ്കഷൻ ഇതാക്കുന്നത്. മോശമായിപ്പോയി, ശരിയല്ലാത്ത വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരെ ആക്രമിക്കുന്ന സ്വഭാവത്തെ അവരെ കുറ്റപ്പെടുത്തുന്ന പരാമർശമാണ് കുനാൽ കപൂർ നടത്തിയിരിക്കുന്നത്. മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞുള്ള ബഹളാണ് ഒരു വശത്തുള്ളത്. മറുവശത്ത് അതിന് ഭയങ്കര അക്കാഡമിക്കായിട്ട് ആ ഡിസ്കഷൻ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻസ് റേസിസ്റ്റ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. ലോകത്തെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികളിൽ നല്ലൊരു ശതമാനവും വെജിറ്റേറിയൻസ് ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും ഇതൊക്കെയായിട്ട് വേറൊരു കൂട്ടർ വരുന്നുണ്ട്. ഹിറ്റ്ലറെയാണ് എല്ലാവരും കോട്ട് ചെയ്യുന്നത്. ഹിറ്റ്ലർ നമുക്കറിയാം, നമ്മുടെ ഒരു ഓർമ്മയുള്ള ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരികളിൽ ഒരാളാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത ആളാണ്. അങ്ങനെ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ അർമാദിച്ചിരുന്ന മനുഷ്യൻ വ്യക്തിപരമായി എന്തായിരുന്നു? വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ നമ്മളെ നാട്ടിലൊരു സിദ്ധാന്തമുണ്ടല്ലോ, കഴിച്ചതിൻ്റെ സ്വഭാവമാണ് ഉണ്ടാകുക. നോൺ വെജായിട്ടുള്ള ആളുകൾ അവർ കഴിക്കുന്ന മൃഗങ്ങളുടെ സ്വഭാവം കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ഹിറ്റ്ലറുടെ സ്വഭാവത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എന്നൊരു പ്രശ്നമുണ്ട്. മൊസോളിനെക്കുറിച്ചും അദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡിസ്കഷൻ, അത് പൂർണ്ണമായി ശരിയാണെന്ന് എനിക്കറിയില്ല. പല സോഴ്സിൽ നിന്ന് പല വിവരങ്ങൾ അതിനകത്തുണ്ട്. സ്റ്റാലിനെ കുറിച്ചും അങ്ങനെ ചില ആളുകൾ എഴുതുന്നുണ്ട്. സ്റ്റാലിൻ്റെ കാര്യത്തിൽ അത് വസ്തുതാപരമായി ശരിയാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ലോകത്ത് ഒരുപാട്, ഇപ്പോൾ ചെഷസ്ക്യൂ, റൊമാനിയയിലെ നിക്കോളാസ് ചെഷസ്ക്യൂ, അദ്ദേഹം ഈ ഭരണാധികാരികൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഫുഡ് ടേസ്റ്റേഴ്സ്, ഒരു 1/2 ഡസൻ ഫുഡ് ടേസ്റ്റേഴ്സ് അവരുടെ സ്റ്റാഫായിട്ട് തന്നെ ഉണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചു നോക്കുക. അതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ, ലോകത്ത് ഏറ്റവും പേടിയോടെ ജീവിക്കുന്ന മനുഷ്യരാരാണെന്നറിയാം? ഏറ്റവും വലിയ അധികാരികളായിരിക്കും.
ഏറ്റവും വലിയ ചക്രവർത്തിമാരും ഏറ്റവും ശക്തരായിട്ടുള്ള ചക്രവർത്തിമാരും ഭരണാധികാരികളും ഡിക്റ്റേറ്റേഴ്സുമാണ് ഏറ്റവും പേടിയോടെ ജീവിക്കുന്നത്. ഇപ്പോൾ അമൃതക്ക് വിശക്കുമ്പോൾ നീ എവിടെ മുമ്പ് കാണുന്ന കടയിൽ കയറി ഭക്ഷണം കയറി കഴിക്കില്ലേ? അല്ലെ വീട്ടിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇവർക്കൊന്നും പറ്റില്ലടാ. ഇവർക്കെന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഈ ഷെഫ് അവർ മൾട്ടിപ്പിൾ ഫിൽറ്റേഴ്സിലൂടെ കടന്നു വന്ന് അവരെ ടെസ്റ്റൊക്കെ നടത്തി കൈയും കാലും ഒക്കെ ഇട്ട് മൂടിയൊക്കെയാണ് അവർ ഭക്ഷണം ഉണ്ടാക്കി. ഈ ഉണ്ടാക്കിയ ഭക്ഷണം ആദ്യം ഫുഡ് ടേസ്റ്റേഴ്സ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ കഴിക്കുള്ളൂ. ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. അതിനൊക്കെ വളരെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും അതിൽ കലോറിയുടെ അംശം മറ്റേതിൻ്റെ അംശം ഇതൊക്കെ മാച്ച് ചെയ്തും സംഗതിയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കഴിക്കുക. വിഷമുണ്ടോ എന്നുള്ളത് വിഷം ഇതൊക്കെ ഒന്നുമില്ല. ഇപ്പോൾ പുട്ടിൻ്റെ ഒരു ദിവസത്തെ ലൈഫ് മാത്രം എങ്ങനെയാണെന്നുള്ള അതിനെക്കുറിച്ചുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ലോകത്ത് ഏറ്റവും ഭീതിയോടെ ജീവിക്കുന്ന, ഏറ്റവും കുടുസായി ജീവിക്കുന്ന, ഏറ്റവും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവങ്ങളാണ് അവർ. അപ്പോൾ അവരുടെ ഡയറ്ററി ഹാബിറ്റ്സ് നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഈ ഇതിലൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ലോകത്ത് അറിയപ്പെട്ട ഡിക്റ്റേറ്റേഴ്സിൽ പലരും വെജിറ്റേറിയൻസ് ആയിരുന്നു എന്നൊരു സംഗതിയുണ്ട്. പക്ഷെ കുനാൽ കപൂർ ഇതൊന്നുമല്ല ഉദ്ദേശിച്ചത്. പുള്ളിക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരാളുടെ വീട്ടിൽ പോയാൽ അവിടുന്ന് അവന്മാരുടെ വെജിറ്റേറിയൻ തന്നെ എനിക്ക് സെർവ് ചെയ്തു. അത് ശരിയല്ല, അത് തോന്നിയാസാണെന്നാണ് പുള്ളി പറഞ്ഞത്. അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് റേസിസ്റ്റ് എന്നുള്ളതാണ്. പക്ഷേ അത് കൗതുകകരമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകമായ സാഹചര്യമാണ്. ഈ വിഷയത്തെ കാണുന്നത് അല്ല, അതിനകത്തൊരു കാര്യമുള്ളത് അദ്ദേഹം പറഞ്ഞ ചില സംഗതികളുണ്ട്. ഈ രണ്ട് തരം ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അതായത് വെജിറ്റേറിയൻ കഴിക്കുന്നവരും നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുമുണ്ട്. അതിൽ ഇന്ത്യയിലെ പൊതുസ്വഭാവം നിങ്ങളെടുത്താൽ വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്യൂരിറ്റൻ വാദമുണ്ട്. ഞങ്ങളാണ് ശുദ്ധിയായ സംഗതി കഴിക്കുന്നത് എന്ന് പറയുന്ന കാര്യം. നിങ്ങൾ വഴിയിൽ ഇറങ്ങിപ്പോയി നോക്കിയോ, പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന ബോർഡ് കാണാം. പ്യുവർ നോൺ വെജ് എന്നുള്ള ഹോട്ടൽ ബോർഡ് കണ്ടിട്ടുണ്ടോ? ഇവിടെ നോൺ വെജ് മാത്രം, പ്യുവർ നോൺ വെജ് മാത്രം എന്ന് പറയുന്ന ബോർഡില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വെജിറ്റബിൾ കുറുമയും കിട്ടും, ബീഫ് കുറുമയും കിട്ടും. മറ്റിടത്ത് വെജ് കുറുമ മാത്രമേ കിട്ടുള്ളൂ, മസാലോശയും നെയ്റോസ്റ്റും വടയുമേ കിട്ടുള്ളൂ. അത് പ്യുവർ വെജാണ്. അതിനകത്ത് മീറ്റിൻ്റെ ഒരു ഘടകവും ഇല്ല, മീറ്റ് ഉണ്ടാക്കുന്ന പാത്രം പോലും ഇല്ല, തൊട്ടടുത്ത് പോലും മീറ്റിൻ്റെ കടയില്ല. ആ നിലയ്ക്കുള്ള പ്യുവർ വെജാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്യൂരിറ്റൻ വാദം, ഞങ്ങൾ ഏറ്റവും ശുദ്ധിയായ സംഗതികൾ നൽകുന്നു എന്ന വാദമുണ്ട്. പിന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എടുത്താൽ തന്നെയും ഈ മീറ്റ് കഴിക്കുന്ന ആൾക്കാർ മോശക്കാരാണ് എന്ന് പറഞ്ഞാൽ അവർ കണ്ട ചത്തതിനെയൊക്കെ കഴിക്കുന്നവന്മാരാണ് എന്ന് പറഞ്ഞാൽ എത്ര പേരെ കണ്ടിട്ടുണ്ട്. മലയാള സിനിമയിൽ പോലും നമുക്ക് ഒരുപാട് റെഫറൻസ് കാണാൻ പറ്റും. കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനിലാണ് മോദി പറഞ്ഞത്, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, അദ്ദേഹം ആട്ടിറച്ചി വെക്കുന്ന വീഡിയോ കണ്ടോ എന്ന് ചോദിച്ച ആളാണ്. അദ്ദേഹം ലാലു പ്രസാദിൻ്റെ കൂടെ ഒരു ദിവസം ഈ മീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ വന്നപ്പോൾ അദ്ദേഹം ആട്ടിറച്ചി കറി വെച്ച് കഴിച്ച ആളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ നോക്കിയതാണ് മോദി. ഇന്ത്യയിൽ 70% പേരും മീറ്റ് കഴിക്കുന്നവരാണ് എന്ന യാഥാർത്ഥ്യ നിലനിൽക്കെ 30%-ൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ അവർ നോൺ വെജ് കഴിക്കുന്നില്ല, വെജ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അവരാണ് ശുദ്ധരായ ആളുകൾ, അവരാണ് ഈ രാജ്യത്തിൻ്റെ പ്രതിനിധാനം, അവരാണ് ഉന്നതരായ മനുഷ്യന്മാർ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രശ്നം ഇന്ത്യയിലുണ്ട്. നോൺ വെജ് ഇപ്പോൾ നോക്കൂ, മിക്ക മഹാനഗരങ്ങളിലും പോയാൽ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളുകളുടെ ഹൗസിംഗ് സൊസൈറ്റികളുണ്ട്. ഓൺലി വെജിറ്റേറിയൻ എന്ന ബോർഡുകൾ കാണാം. നോൺ വെജ് ഹൗസിംഗ് സൊസൈറ്റികൾ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. വെജിറ്റേറിയൻ ആണോ നിങ്ങൾ കഴിക്കുന്നത്, നോൺ വെജ് കഴിക്കും, അങ്ങനെയാണ് നിങ്ങൾക്ക് വീട് വാടകയ്ക്ക് തരാൻ പറ്റില്ല എന്ന പ്രശ്നം ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്യൂരിറ്റൻ വാദക്കാർ, ഞങ്ങൾ ആണ് ടോപ്പ്, ഞങ്ങളാണ് നല്ലത് കഴിക്കുന്നത്, നിങ്ങൾ മോശം കഴിക്കുന്നവരാണ്. നോർത്തിലേക്ക് പലയിടത്തും പോയാൽ കണ്ടോ, അത് ചത്ത പശുവിനെ കഴിക്കുന്ന ദലിതർ, ജാതിയിൽ താഴ്ന്ന ആൾക്കാർ, ബീഫ് കഴിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു പരിധി കഴിഞ്ഞ് പ്യൂരിറ്റൻ വാദവും കഴിഞ്ഞ് വംശീയതയിലേക്ക് കടന്ന് വംശീയ കഴിഞ്ഞ അക്രമവും വംശീയ കൊലയിലേക്ക് വരെയും ഇന്ത്യയിലെ ഈ ഭക്ഷണ വിവേചന പ്രശ്നം കടന്നു പോയിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രനായകൻ തന്നെ ഭക്ഷണം നോൺ വെജ് കഴിക്കുന്നവർ, വെജ് കഴിക്കുന്നവർ എന്ന് പറഞ്ഞ് നമ്മുടെ സംസ്കാരത്തെ അപകടപ്പെടുത്താൻ വന്നിരിക്കുന്ന നോൺ വെജ് ഭക്ഷണക്കാർ എന്ന് പറയുന്ന വിവേചനം ഉണ്ടാക്കുന്നുണ്ട്. സോ റേസിസവുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് ഈ സംഭവം എന്ന കാര്യം തള്ളി പറയാൻ പറ്റാത്ത ഒന്നാണ്. വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾ, അദ്ദേഹമൊക്കെ വെജിറ്റേറിയൻ ആണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ പൊതുവെ എല്ലാവർക്കും ഒരു നല്ല മനുഷ്യൻ എന്ന് തോന്നും. അത് കുഴപ്പമാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വാലിഡായ പോയിൻ്റാണ്. എന്ന് വെച്ച് വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരെല്ലാം മോശമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപാട് പേര് വെജിറ്റേറിയൻ കഴിക്കുന്ന, അതായത് നോൺ വെജ് ഫുഡ് ഗംഭീരമായി ഉണ്ടാക്കുന്ന വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. ഫുഡ് ഉണ്ടാക്കി സുഹൃത്തുക്കൾക്ക് കൊടുക്കും, പക്ഷേ അവരൊരിക്കലും അത് കഴിക്കാറില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ഇതിനകത്ത് ഒരു ഡിസ്കഷൻ പോയിൻ്റ് ഉണ്ട്. അതൊരു കേവലമായ തമാശയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.